തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഗാർഡും നേവിയും നടത്തിയ തെരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. അഴിമുഖത്ത് വെച്ച് മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് അഞ്ചുതെങ്ങ് സ്വദേശികളായ ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെയാണ് കാണാതായത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരും. പ്രശാന്ത്, അല്ലെങ്കിൽ തന്നെ മുതലപ്പുഴി എന്നത് ഒരു മരണപ്പുഴിയാണ്. കാരണം അവിടെ എത്ര വള്ളങ്ങളാണ് മറിഞ്ഞത്, എത്ര പേരാണ് മരിച്ചത്, എത്ര പേരെയാണ് കാണാതായത്, പിന്നീട് കണ്ടെത്തിയത്, വള്ളങ്ങൾ തകർന്നു പോയത്. ഇന്നലെ ഈ വലിയ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് രണ്ടുപേരെ കാണാതാകുന്നു. മറ്റു ചില ആശങ്കകളും പരന്നിരുന്നു. പോയ വള്ളങ്ങൾ തിരിച്ചു വന്നിട്ടില്ല എന്ന തരത്തിലൊക്കെ. വളരെ വൈകി, 16.5 മണിക്കൂർ വൈകിയാണ് രക്ഷാപ്രവർത്തനത്തിനായി വിഴിഞ്ഞത്ത് നിന്നൊരു കപ്പൽ, കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ അവിടേക്ക് വന്നത് പോലും. ഇന്ന് എപ്പോഴാണ് തെരച്ചിൽ പുനരാരംഭിക്കുക? മോശം കാലാവസ്ഥ എന്ന ഒരു അന്തരീക്ഷമാണോ ഇപ്പോഴുള്ളത്? കൃഷ്ണരാജ്, അശ്വതി, മുതലപ്പുഴ അഴിമുഖത്ത് വെച്ച് മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന സമയത്ത് കാണാതായ ബോട്ട്, അതായത് ശക്തമായ തിരയിൽപ്പെട്ട് മറിഞ്ഞ് കാണാതായ 2 പേർക്കായിട്ടുള്ള ശ്രീമോൻ, ശ്രീജിത്ത് എന്നിവർക്കായിട്ടുള്ള തിരച്ചിലാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്നത്. കോസ്റ്റ് ഗാർഡ്, അത് കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തും. രാവിലെ മുതൽ തന്നെ തെരച്ചിൽ നടത്തുമെന്നാണ് കോസ്റ്റൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം നേവിയുടെ ഹെലികോപ്റ്ററും ഈ സ്ഥലത്തേക്ക് എത്തും എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ 2 പേർക്കുമായിട്ടുള്ള, കാണാതായ 2 പേർക്കുമായിട്ടുള്ള തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ വ്യാപിപ്പിക്കുവാനുമാണ് നിലവിൽ തീരുമാനമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഈ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും എല്ലാം കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തെരച്ചിൽ വൈകിയതാണ് ഈ ഉപരോധത്തിനൊക്കെ കാരണമായിട്ട് ഉണ്ടായതും അവരെ പ്രകോപിപ്പിക്കാൻ കാരണമായതും. അതായത് 16 മണിക്കൂർ പിന്നിട്ടിട്ടും ഇത്തരത്തിൽ യാതൊരുവിധ നടപടികളും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. തുടർന്നാണ് കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലൊരു കപ്പൽ അവിടേക്ക് എത്തുകയും ആദ്യഘട്ടം എന്ന നിലയിൽ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ ആ അഴിമുഖത്തിൻ്റെ പ്രദേശത്ത് ശക്തമായ തിരയടിക്കുന്നുണ്ട്. ശക്തമായ തിരയും അഴിമുഖത്തേക്ക് കയറുന്ന ആ ഭാഗത്തെല്ലാം ശക്തമായ തിരയും വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ അഴിമുഖം ഭാഗത്ത് തെരച്ചിൽ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അത് മത്സ്യബന്ധന ബോട്ടുകൾക്കായിക്കോട്ടെ, കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടുകൾക്കും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകൾക്കും ഈ അഴിമുഖത്ത് തെരച്ചിൽ നടത്താനുള്ള സാഹചര്യം നിലവിൽ ഇല്ലായിരുന്നു. അവർ അതുമായി ബന്ധപ്പെട്ടൊക്കെ മാറി നിന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മോശം കാലാവസ്ഥയും മഴയും പെയ്തതോടുകൂടി തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കാം എന്ന നിലയിലേക്കൊക്കെ എത്തുന്നത്. തുടർന്ന് ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. ഇന്നും ഈ കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള മൃതദേഹം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് തിരച്ചിലെന്നാണ് നിലവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഈ തിരയിൽപ്പെട്ടവർക്ക് എന്തായാലും രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ശക്തമായ തിരയാണ്, അടിയൊഴുക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരയിൽപ്പെട്ടവർ രക്ഷപ്പെടാനുള്ള ജീവനോടെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾക്ക് ഇനി വിരളമാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ ആരംഭിക്കും. മറ്റ് നേവിയുടെ ഹെലികോപ്റ്ററും അവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും തെരച്ചിൽ നടത്തും. തുടർന്ന് ഈ അഴിമുഖത്തിൻ്റെ സമീപത്തായിട്ട് കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളടക്കം അവരുടെ ബോട്ടുകളുമായിട്ടൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രതിഷേധത്തിന് ഇന്നും സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകൾ ഇത്രയും പിന്നിട്ടിട്ടും ഈ തെരച്ചിൽ നടത്താതെ വന്നതോടുകൂടിയൊക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മുതലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട മറ്റ് ബോട്ടുകൾ അവിടേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അവർ വിഴിഞ്ഞത്തേക്കോ അല്ലെങ്കിൽ മറ്റ് നീണ്ടകരയിലേക്കോ പുറപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ചില കാര്യങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതും പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ മരണങ്ങൾ അവിടെ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് ഈ ഇത്തരത്തിൽ മരണമുണ്ടാകാനുള്ള സാധ്യതകളെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. മാത്രമല്ല, റെസ്ക്യൂ ബോട്ടുകളുടെ സൗകര്യം അവിടെ ഇല്ല, മുതലപ്പുഴയിലില്ല. നേരത്തെ റെസ്ക്യൂ ബോട്ടുകൾ സൗകര്യം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് നിന്നോ അല്ലെങ്കിൽ നീണ്ടകരയിൽ നിന്നൊക്കെ റെസ്ക്യൂ ബോട്ടുകൾ എത്തിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇതൊക്കെയാണ് തിരിച്ചടിയായിട്ട് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുള്ള 2 പേർക്കായിട്ട് ശ്രീമോൻ, ശ്രീജിത്ത് എന്നിവർക്കായിട്ടുള്ള തിരച്ചിൽ പുനരാരംഭിക്കും. രാവിലെ മുതൽ തന്നെ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. കൃഷ്ണരാജ്, അശ്വതി. ശരി പ്രശാന്ത്, തെരച്ചിലുടൻ പുനരാരംഭിക്കും അല്ലേ?